യഥാർത്ഥത്തിൽ രാസലഹരികളെക്കാൾ ഭീകരമാണ് കേരളത്തിലെ മദ്യഭരണകൂടം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സമ്മേളന പ്രചാരണാർത്ഥം സമിതി പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി നടത്തിയ പൊതുയോഗം പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മദ്യനിരോധന സമിതി മലപ്പുറം ജില്ലാ ഭാരവാഹികളും കോഴിക്കോട് ജില്ലാ ഭാരവാഹികളും മദ്യനിരോധന സമിതിയുടെ 47ാം വാർഷിക സമ്മേളനത്തിന്റെയും മലപ്പുറത്ത് 3 വർഷത്തോളമായി തുടരുന്ന അനിശ്ചിതകാല മദ്യനിരോധന സമരത്തിന്റെയും ഭാഗമായി നടത്തുന്ന പ്രചരണ ജാഥയുടെ ഭാഗമായാണ് മദ്യനിരോധന സമിതി പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതിപ്പടിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാസലഹരികളെക്കാൾ ഭീകരമാണ് കേരളത്തിലെ മദ്യഭരണകൂടമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള മദ്യനിരോധന സമിതിയുടെ 47ാം വാർഷിക സമ്മേളനവും മലപ്പുറത്ത് രണ്ടും കൽപ്പിച്ച് തുടരുന്ന 2 വർഷം പിന്നിട്ട് 3ാം വർഷത്തിലേക്ക് കടക്കുന്ന അനിശ്ചിതകാല മദ്യനിരോധന സമരവും ആണ് ഞങ്ങളുടെ പ്രചാരണ വിഷയം. ഇന്നത്തെ ദീർഘമായി പറയുന്നില്ല. എല്ലാവരും MDMA ആണ് ഭയപ്പെടുത്തുന്നത്. MDMA ഭീകരമാണ്, രാസലഹരികളാണ് പ്രശ്നമെന്ന് സർക്കാർ പറഞ്ഞു നടക്കുക. യഥാർത്ഥത്തിൽ രാസലഹരികളെക്കാൾ ഭീകരമാണ് കേരളത്തിലെ മദ്യഭരണകൂടം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മദ്യം കൊണ്ട് മാത്രമാണ് ഈ രാജ്യം തകർക്കുന്നത്. മറ്റ് ലഹരികളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഈ മദ്യവ്യാപാരം കൊഴിപ്പിക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതൊരു കൊടും ചതിയാണ്, ജനങ്ങൾ തിരിച്ചറിയണം. മദ്യവിൽപ്പന തടയുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ സർക്കാർ മദ്യവിൽപ്പനശാലകൾ വർദ്ധിപ്പിക്കുകയാണുണ്ടായതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് വാക്കുകൊടുത്ത് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ വാക്കവർ കൊടുക്കുന്നത് 2016-ലാണ്. 2016 ഇത് പറയുമ്പോൾ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 29 ബാറുകളാണ്. ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകൾ 9 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ആകെയുള്ളത് 941 ബാറുകളാണ്. 2016 മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരൊറ്റ ബാറാണ്. ഇപ്പോഴത് 30-ലധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. 3 ബാറുകളുടെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എതിർത്തുകൊണ്ടാണ് കേരള മദ്യനിരോധന സമിതി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു മദ്യപ്രളയമാണ് ഇവിടെ LDF സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും കുടുംബവും നാടും വീടുമെല്ലാം മദ്യപ്രളയത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് പ്രജകളുടെ ക്ഷേമമാണ്, അവൻ്റെ ആരോഗ്യമാണ്, അവൻ്റെ ബുദ്ധി സംരക്ഷിക്കലാണ്, അവൻ്റെ സംസ്കാരത്തെ, അവൻ്റെ വിദ്യാഭ്യാസത്തെ എല്ലാം സംരക്ഷിക്കേണ്ട ഭരണാധികാരികളാണ് മദ്യഭരണ ഭീകരത കൊണ്ട് കേരളത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ്, പ്രൊഫസർ രവീന്ദ്രൻ, പ്രൊഫസർ ചിന്നമ്മ, രാജീവൻ, ചന്ദ്ര, ഇസ്മായിൽ മാസ്റ്റർ, ജമീല ഇസുദ്ദീൻ, റഹ്മത്ത്, ഫസൽ തിരൂർക്കാട്, സത്താർ ആനമങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.